ഓടിയിറങ്ങി നടക്കൂല, എസിക്കാരിൽ കറങ്ങൂല. പറയുന്നതാരെന്നറിയാമോ? സിപിഎം വെട്ടിയ പ്രസ്ഥാനം, സിപിഎം വെട്ടിയ പ്രസ്ഥാനം. സിപിക്ക് പോയത് മൂക്കാണെങ്കിൽ അധികാരികളെ ഓർത്തോളോ. അടിച്ചത്തൂടെ പ്രതിഷേധം, പ്രതിഷേധം, RYF-ൻ പ്രതിഷേധം, പോരാട്ടം, RYF-ൻ പോരാട്ടം. പകർച്ചവാദി പെരുകുന്നേ, ജില്ലയാകെ പെരുകുന്നേ. കയ്യും കെട്ടി നോക്കിയിരിക്കും അധികാരികളെ അന്ധന്മാരെ, മൂകന്മാരെ, ബധിരന്മാരെ. ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ട് AC റൂമിൽ ഇരുന്നാ മതിയോ? ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ട് AC റൂമിൽ ഇരുന്നാ മതിയോ? പ്രതിഷേധം, RYF-ൻ പ്രതിഷേധം, പോരാട്ടം, RYF-ൻ പോരാട്ടം. ഇൻക്ലാബ് സിന്ദാബാദ്, RYF സിന്ദാബാദ്. പകർച്ചവ്യാധി പെരുകുന്നേ, നാട്ടിലാകെ പെരുകുന്നേ. കയ്യും കെട്ടി നോക്കി നിൽക്കുക, സൂപ്രണ്ടേ ഗതികേട്, മാനക്കേട്, RYF-ൻ പ്രതിഷേധം, RSP-യുടെ പ്രതിഷേധം. രാത്രി വരുന്ന ഒരു കേസുകളും എടുക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ കണക്കുണ്ട്, എത്ര കേസ് വരുന്നതുകൊണ്ട് ഭൂരിപക്ഷം ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നവരാ, ഞങ്ങൾക്ക് വെറുതെ തോന്നത്തില്ല. മേഡം ഇതിനകത്ത് ഇരിക്കുന്നോണ്ട് മേഡത്തിന് തോന്നുന്ന ഇതിനകത്ത് ഒരുപാട് ഓഫീസർമാരെ ആയിക്കോട്ടെന്നൊന്നുമില്ല. നമ്മൾ ഒരു മാസം മുമ്പ് മറ്റൊരു വിഷയത്തിൽ ഇടപെട്ട് വിക്ടോറിയയിലാവുന്നേ ഉള്ളൂ. അങ്ങനെ നിരന്തരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നത് വിക്ടോറിയ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. അത് മേഡം അറിഞ്ഞായിരുന്നു? ഇത് മേഡം പത്രം വായിക്കുന്നില്ലല്ലോ. മേഡം ഒന്നും അറിയത്തില്ലല്ലോ. ഇതിനകത്ത് അതാ പുറത്തോട്ട് ഇറങ്ങി സാധാരണക്കാരുടെ കാര്യങ്ങൾ ആദ്യം അറിയാം. അതെ. നമ്മളെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വരുന്നത് എന്താണ്? സാധാരണക്കാരാണ് ഇവിടെ വരുന്നത്. അവരെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാം നേരെ മെഡിക്കൽ കോളേജ് ഉടൻ തന്നെ റെഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സർജൻ, ഏതിന്റെ ഈ മോർച്ചറിലെ പോലീസ് സർജൻ 9 മണിക്ക് ഡ്യൂട്ടിക്കാണ് വരുന്നത്. പുള്ളി വരുന്നത് 12:30 12:30 വരുന്നത്. ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥനാണ്. സർക്കാരിന്റെ ഡ്യൂട്ടി ടൈമാണ് പറയുന്നത്. സാധാരണക്കാരൻ വരുന്നത് സമ്മതിച്ചല്ലോ 11 മണിക്ക് വരത്തുള്ളൂ. അല്ല 11 മണിക്കാ വരുന്നത്. ഇവിടുത്തെ ജീവനക്കാരുടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ള ആശുപത്രികളൊക്കെ വളരെ സൂപ്പറായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മേഡത്തിന്റെ അഭിപ്രായം. ആണല്ലോ? അല്ല ഇത് അഭിപ്രായം ഇല്ലല്ലോ മേഡം.